നമുക്കൊരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. കുറച്ച് കുട്ടികളോട് ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ജോയിൻ ചെയ്തവരെല്ലാവരും വേറെ കോളേജിൽ ഉള്ളവരുണ്ടോ? ഏതൊക്കെ കോളേജുകളാണെന്ന് പറയാവോ? SN കോളേജ് ഷൊർണൂരുണ്ട്. പിന്നെ പട്ടാമ്പി കോളേജ് ഉണ്ടോ? പട്ടാമ്പി കോളേജ് ഉണ്ട്. SNDP കോളേജ് ചെറുകര. ഓക്കെ. പിന്നെ ഐഡിയൽ കോളേജ് ഉണ്ട്. ഓക്കെ. പിന്നെ AMC കോളേജ് AMC മനുശ്ശേരി. ഓക്കെ. പിന്നെ SNG ചേളന്നൂര് ചേളന്നൂർ കോളേജ് ഉണ്ടോ? SN ചേളന്നൂർ അല്ലേ? ധന്യ ടീച്ചറുടെ കോളേജ് അല്ലേ? ധന്യ ടീച്ചർ എവിടെയല്ല? സുബിതയാണോ SN കോളേജ് പറഞ്ഞ ചേളന്നൂര്? ചേളന്നൂര് SNG CAS. ധന്യ ടീച്ചർ അല്ലേ ധന്യ ടീച്ചർ അവിടെ അല്ല മറ്റേ സെൽഫ് ഫിനാൻസിലുള്ളതാ. സെൽഫ് ഫിനാൻസ് ആണ്. ഓക്കെ. വേറെ ഏതെങ്കിലും കോളേജിലുള്ളവരുണ്ടോ? ദേവഗിരി കോളേജ്. ഓക്കെ. നിങ്ങളെ ഫ്രണ്ട്സിനോട് ഒന്നേ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈവ് സ്ട്രീമിംഗും കൂടി കൊടുക്കുകൊണ്ടേ നമുക്ക് പിന്നെ ഈ മീറ്റിൽ ജോയിൻ ചെയ്യിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രസന്റ് ചെയ്യുന്ന സമയത്തെ ക്ലാസ് എടുക്കുമ്പോൾ ഷെയർ ചെയ്തോളൂ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരോട് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയൂ കേട്ടോ. ജോയിൻ ഇമ്മീഡിയറ്റ്ലി. നമുക്കൊരു 5 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഒന്ന് ഷെയർ ചെയ്തോളൂ. ലിങ്ക് ഷെയർ ചെയ്തോളൂ. ഗൂഗിൾ മീറ്റ് 100 ആയി കഴിഞ്ഞാൽ പിന്നെ ജോയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈവ് പോകുന്നുണ്ട്. ലൈവ് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. പക്ഷെ ശരിയാവോ അറിയില്ല. വി വിൽ ട്രൈ. ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറയും. ഇപ്പൊ 60 പാർട്ടിസിപ്പൻസ് ആണുള്ളത്. അപ്പൊ നമുക്കൊരു 40 കൂടി ഇതിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അഭിഷ മറ്റേ ധന്യ ടീച്ചറെ വിളിച്ചേ കിട്ടുന്നില്ല. ചേളന്നൂരിൽ നിന്ന് ആരും ജോയിൻ ചെയ്തിട്ടില്ല. ആ കുട്ടികളൊന്നും തുടങ്ങാൻ പോവാ. ഞാനൊരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാം. അല്ല ആ പിള്ളേർക്കുള്ളല്ലേ. പിള്ളേരോട് വന്ന് പറയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവിടുത്തെ ധന്യ ടീച്ചർ എടുക്കുന്നില്ല. ഞാൻ വിളിച്ചു നോക്കി, എടുക്കുന്നില്ല. എന്നാ ഏതെങ്കിലും ഒരു ടീച്ചറോട് വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒന്ന് പറയാൻ പറയോ PG കുട്ടികളുടെ. ബാക്കിയെല്ലാം ജോയിൻ ചെയ്തു. ദേവഗിരിയൊക്കെ ജോയിൻ ചെയ്തു. അപ്പൊ ഞാൻ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ അടുത്തൊരു കോളേജ് തന്നെ അല്ലേ. അപ്പൊ അതുകൊണ്ട് കേട്ടോ. ശരി.
1, and entertainment allowance under section 16(2). Then last one, professional or employment tax under section 16(3). So standard deduction is a fixed amount, that is rupees 50,000 in every year. Quantum amount of deduction fixed amount ആണ് 50,000 ആണ്. Then entertainment allowance means it is an employer to an employee and it is deductible in the case of government employees only. ഇതിലെ government employees ന് മാത്രമേ പക്ഷേ deduction claim ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. Okay. Deduction claim ചെയ്യാൻ നമ്മൾ government employees ന് മാത്രമേ സാധിക്കുള്ളൂ. സ്ക്രീൻ ആണ് വരാത്തത് തോന്നുന്നു അല്ലേ ശ്രീജിൻ ലൈവില്? അതെ ടീച്ചർ, ഇപ്പൊ ഒരു സൗണ്ട് വന്നു, അപ്പൊ ഫോണത്തെ സൗണ്ട് പോയി. സൗണ്ട് വരുന്നുണ്ട് തോന്നുന്നു അല്ലേ? എന്ത് തോന്നുന്നു? ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. സോ അലവൻസസ് കാറ്റഗറിയിൽ വരുന്നത്, അലവൻസസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3: ഫുള്ളി ടാക്സബിൾ അലവൻസ്, പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആൻഡ് ലാസ്റ്റ് വൺ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. അതിൽ ഫസ്റ്റ് വൺ ഫുള്ളി ടാക്സബിൾ അലവൻസസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. യൂണിഫോം അലവൻസ്, ഓവർ ടൈം അലവൻസ്, പ്രോക്ടർ അലവൻസ്, ഇതെല്ലാം വരുന്നത് ഫുള്ളി ടാക്സബിൾ അലവൻസസിലാണ്. ഈ ഫുള്ളി ടാക്സബിൾ അലവൻസസിൽ നമുക്ക് പ്രത്യേകിച്ച് ടാക്സ് പ്ലാനിംഗ് ഒന്നും ചെയ്യാനില്ല, കാരണം ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ, അതിന് നമ്മൾ ടാക്സ് കൊടുക്കണം. സോ ടാക്സ് പ്ലാനിംഗ് ക്യാൻ ബി വർക്കിംഗ് ഇൻ ദ കേസ് ഓഫ് ഓൺലി പാർട്ട്ലി ടാക്സബിൾ അലവൻസസ്. പാർട്ട്ലി ടാക്സബിൾ അലവൻസസ് ഇൻക്ലൂഡ് ഹൗസ് അലവൻസ്. ഇത്രയും കേസിൽ നമുക്ക് ടാക്സ് പ്ലാനിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇൻകം ടാക്സ് പ്ലാനിംഗ് സാലറി ഹെഡിൽ വരുന്നത് അലവൻസസ് നമ്മൾ ഒരു എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അലവൻസ് എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആക്സെപ്റ്റ് ദി അലവൻസസ് കാറ്റഗറി. നമ്മൾ അലവൻസസ് നമ്മൾ റിജക്ട് ചെയ്യരുത്. അലവൻസസ് ആ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അലവൻസസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് അതിൽ വരുന്നത് അഡ്വാൻസ് സാലറി ഓർ ലോൺ. അപ്പൊ നമുക്ക് പല പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കാം. ചില കേസസിൽ നമുക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് വരുന്ന സമയത്ത് either we have to go for salary or for loan purpose. നമ്മൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ സാലറി നമുക്ക് അഡ്വാൻസ് സാലറി നമുക്ക് ചോദിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ go for loan purpose. So it is better to choose loan option other than advance salary. നമ്മൾ അഡ്വാൻസ് സാലറിക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ എപ്പോഴും ലോൺ ഓപ്ഷനിലേക്ക് പോകുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ ആയത്. Then next one, allowances or facility. Allowances or facility means if the employer provides the benefit in cash form, monetary ഫോമിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ it is known as allowances. അതിനെയാണ് നമ്മൾ allowances എന്ന് പറയുന്നത്. അതല്ല നമ്മൾ മോണിറ്ററി ഫോമിൽ അല്ലാതെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ കൈൻഡ് ഫോമിലാണെങ്കിൽ it is known as the facility. So perquisites is known as the facility category, but allowances is coming under the category of the monetary benefits ലാണ്. മോണിറ്ററി ആയിട്ടുള്ള ക്യാഷ് റെസിപ്റ്റിലാണ് അലവൻസസ് വരുന്നത്. ബട്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത് പെർക്യൂസിറ്റ്സിന്റെ എൻജോയ്മെന്റ് ആണ് ഫെസിലിറ്റിയിൽ വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും HRA കിട്ടുന്നുണ്ടെങ്കിൽ, ഹൗസ് റെന്റ് അലവൻസ് കിട്ടുന്ന ഒരു അസസിക്ക് ഒരിക്കലും ഏത് കിട്ടുന്നുണ്ടാവില്ല, റെന്റ് ഫ്രീ അക്കോമഡേഷൻ എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. ഹി ഹാസ് ടു ചൂസ് എനി വൺ, ഐദർ HRA ഓർ റെന്റ് ഫ്രീ അക്കോമഡേഷൻ, RFA. Then salary or fringe benefit, facility of motor car ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ employee has to opt for the motor car facility or any motor bike facility etc. Then HRA or RFA. HRAയും RFAയും two options ഉണ്ടെങ്കിൽ better to go for perquisite RFA. ഇതാണ് ഒരു ടാക്സ് പ്ലാനിംഗ്. Then encashment of earned leave. Encashment of earned leave എന്ന് പറഞ്ഞാൽ നമ്മൾ during the time of vacation, in the case of teachers, vacation, if a particular teacher is working in vacation period, he or she is also getting certain types of extra amount. That is, it is an appreciation to the employee from the side of the employer. അപ്പൊ നമുക്ക് ആ എങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന സമയത്ത് ആ എമൗണ്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് എംപ്ലോയിക്ക്. ഒന്നെങ്കിൽ ഡ്യൂറിംഗ് ദ സർവീസ് പീരീഡിൽ നമുക്ക് അതിനെ ക്യാഷ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെന്റ് നമുക്ക് ക്യാഷ് ആക്കി മാറ്റാം. അപ്പൊ എപ്പോഴാണോ എംപ്ലോയി അതിനെ ചോദിക്കുന്നത് ആ സമയത്ത് ക്യാഷ് കൊടുക്കണം എന്നാണ് പറയുന്നത്. എംപ്ലോയർ ക്യാഷ് കൊടുക്കാൻ എപ്പോഴും റെഡി ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നോർമൽ കേസസിൽ നമുക്ക് എമർജൻസി വരുമ്പോൾ വേണമെങ്കിൽ വാങ്ങിക്കാം, അല്ലെങ്കിൽ ആഫ്റ്റർ റിട്ടയർമെന്റ് നമുക്ക് വാങ്ങിക്കാം. ഡ്യൂറിംഗ് സർവീസ് പീരീഡിലാണ് ഇതുപോലുള്ള എൻകാഷ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ബട്ട് if an employee can opt for after retirement encashment of earned leave എന്നുള്ള ഓപ്ഷൻ അദ്ദേഹം എടുക്കുന്നത് ആഫ്റ്റർ റിട്ടയർമെന്റ് പ്രൊസീജിയർ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അസസി. അതിന് നമ്മൾ ടാക്സ് കൊടുക്കണ്ട. അപ്പൊ അതിൽ ടാക്സ് പ്ലാനിംഗ് വരുന്നത് ബെറ്റർ ടു ഗോ ഫോർ ആഫ്റ്റർ റിട്ടയർമെന്റ്. റിട്ടയർമെന്റിന് ശേഷം നമ്മൾ എടുക്കുന്നതാണ്
കുറച്ചും കൂടി നല്ല മെത്തേഡായിട്ട് പറയുന്നത്. So last investment means taking the LIC policy or any type of mutual fund, or best practice is to increase the provident fund amount. നമ്മൾ ഏറ്റവും നല്ല സാലറിയിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ടാക്സ് പ്ലാനിങ് ടെക്നിക് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പ്രൊവിഡന്റ് ഫണ്ടിന്റെ എമൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യുക. PF എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത്. സോ അതുകൂടി നമുക്കൊരു ബെസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം, ഇൻക്രീസിങ് ദി എമൗണ്ട് ഓഫ് PF. ഇൻക്രീസിങ് കോൺട്രിബ്യൂഷൻ ഇൻ PF എമൗണ്ട്, നമ്മുടെ എമൗണ്ട് കോൺട്രിബ്യൂഷൻ എമൗണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് PF, കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് PF എമൗണ്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. ഇത്രയാണ് സാലറിയിൽ വരുന്ന ടാക്സ് പ്ലാനിംഗ് ടെക്നിക്. ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ. First one, allowances, the maximum enjoyment of allowances. Then advance salary or loan option, better to choose the loan option. അപ്പോൾ നമ്മൾ PG സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് വി ഹാവ് ടു ചൂസ് വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, അതാണ് വരുന്നത്. അല്ലാതെ നമ്മൾ എന്താണ് അലവൻസ് എന്നുള്ളതോ എന്താണ് RF എന്നുള്ളതല്ല, ഏതാണ് ബെസ്റ്റ് മെത്തേഡ് എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. Allowances or facility, then salary or fringe benefit, then rent free accommodation or house rent allowance. Better to go for rent free accommodation. Then encashment of earned leave during service period laanengil it is fully taxable, so leave it, and encash after retirement period it is fully exempted from tax. Then savings and investment, nammale PF amountകൾ അതുപോലെ തന്നെ increasing the LIC premium അതൊക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നതിനെ ആണ് അതിൽ വരുന്നത്. ഇതാണ് ഫസ്റ്റ് നമ്മൾ സാലറിയിൽ വരുന്ന ടാക്സ്. Then we move on to second heads of income, that is tax planning under the head income from house property. So we all know there are two types of properties are there. First one, residential property, and second one, let out property. The residential property is known as self-occupied property. Then the rented property is known as let out property. So tax planning in the case of the house property includes first one, if an house property may be purchased or from any scheduled bank, the interest on loan is deductible while computing the income from house property. So it will reduce the tax liability of the assessee. നമ്മളൊരു വീട് വെക്കുന്നത് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടാണ് എന്നുണ്ടെങ്കിൽ, നമ്മളൊരു പെർമനന്റ് എംപ്ലോയി ആണ്, നമ്മൾ ലോൺ എടുത്തിട്ടാണ് വീട് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ the interest on loan is exempted from the tax liability. അപ്പോൾ നമ്മൾ സ്വന്തം എമൗണ്ട് എടുക്കാതെ ലോണിന് വേണ്ടി ഓപ്റ്റിയിൽ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. Then if a particular person construct or house for his residence, in this case up to 2 lakh rupees deduction claim ചെയ്യാം interest on loan categoryയിൽ. In the case of repair or reconstruction he can claim up to rupees 30,000. നമ്മളൊരു ഓൺ ഹൗസ് ന്യൂലി ഹൗസ് കൺസ്ട്രക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ deductible up to 2 lakh. In the case of repair or reconstruction, deduction claimed up to rupees 30,000. Then നമ്മൾ എപ്പോഴും ഒരു അസസി ഫണ്ട് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനെ നമ്മൾ ഏതെങ്കിലും ടാക്സ് ഫ്രീ ആയിട്ടുള്ള, പെട്ടെന്ന് നമ്മൾ ആ എമൗണ്ട് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒരു ബൾക്ക് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട്, we have the wish to purchase any new house or construct any house in the coming future, better to invest this amount in tax free securities. ആ ടൈമിൽ നമ്മൾ ആ ഒരു ടൈം ഗ്യാപ്പ്, അതായത് നമ്മുടെ കയ്യിൽ ഫണ്ട് വന്നു, ബട്ട് വി ക്യാൻ യൂസ് ദ ഫണ്ട് ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ ഡേയ്സ്, ഇമ്മീഡിയറ്റ് ഡേറ്റിൽ നമ്മളത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ബെറ്റർ ടു ഇൻവെസ്റ്റ് ദീസ് ഫണ്ട് ഇൻ ടാക്സ് ഫ്രീ സെക്യൂരിറ്റി. നമ്മളത് എപ്പോഴും ടാക്സ് ഫ്രീ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഇൻട്രസ്റ്റിന് കൂടി നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതാണ് ഹൗസ് പ്രോപ്പർട്ടിയിലെ ടാക്സ് പ്ലാനിങ്ങിൽ നമ്മൾ മെയിൻ ആയിട്ട് വരുന്നത്. പിന്നെ രണ്ട് ടൈപ്പ് ഉണ്ടായിരിക്കും. ഓൺ ഹൗസിനെ നമ്മൾ സെൽഫ് ഓക്യുപ്പൈഡ് എന്ന് പറയുന്നു. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടീസിന്റെ കേസിൽ ആനുവൽ വാല്യൂ ഇസ് നിൽ, ദർ ഈസ് നോ ടാക്സ്. സോ സെൽഫ് ഓക്യുപ്പൈഡിൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴും ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കും. ദെൻ റെന്റഡ് ഹൗസിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞതായിരിക്കും ആനുവൽ വാല്യൂ കമ്പ്യൂട്ടേഷൻ ഒക്കെ ഉണ്ട്, ഗ്രോസ് ആനുവൽ വാല്യൂ GAV കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഫെയർ റെന്റൽ വാല്യൂവും FRV, MRV, മുനിസിപ്പൽ റെന്റൽ വാല്യൂ കമ്പയർ ചെയ്യുന്നു, വിച്ച് എവർ ഈസ് ഹയർ എടുക്കുന്നു. ദെൻ കമ്പയർഡ് ഇറ്റ് വിത്ത് ദ സ്റ്റാൻഡേർഡ് റെന്റൽ വാല്യൂ, ദെൻ ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ദി ലീസ്റ്റ് എമൗണ്ട്, ദെൻ കമ്പയർഡ് ഇറ്റ് വിത്ത് ദി ആക്ച്വൽ റെന്റ് റിസീവ്ഡ്. ദെൻ the third step we can choose the highest amount. third stepൽ നമ്മൾ highest amount ആണ് ചൂസ് ചെയ്യുന്നത്. ഇതാണ് ഗ്രോസ് ആനുവൽ വാല്യൂ പ്രൊസീജിയർ കാണാനുള്ളത്. ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ ആണ് പറയുന്നത്. സെൽഫ് ഓക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ ഇസ് ഓൾവേസ് ടേക്കൺ ആസ് നിൽ. ഇനി ഇൻ കേസ് ഓഫ് നമുക്ക് വേക്കൻസി പീരീഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ
ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടിയുടെ കേസിലും നമുക്ക് കമ്പാരിസൺ പർപ്പസിന്റെ ആവശ്യമില്ല. FRV MRV കമ്പാരിസൺ പർപ്പസ് നീഡ് നോട്ട് കമ്പയർ ദി എമൗണ്ട്. സോ വി ക്യാൻ ആക്ച്വലി ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ദി ആക്ച്വൽ റെന്റ് റിസീവ്ഡ്. സോ നമ്മൾ ഫൈനൽ ആയിട്ട് ആക്ച്വൽ റെന്റ് റിസീവ്ഡ് ആണ് ആ കേസിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇത്രയാണ് ഹൗസ് പ്രോപ്പർട്ടിയിലെ ടാക്സ് പ്ലാനിങ് വരുന്നത്. ദെൻ ടാക്സ് പ്ലാനിങ് അണ്ടർ ദി ഹെഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ. തേർഡ് ഹെഡ്സ് ഓഫ് ഇൻകം. തേർഡ് ഹെഡ്സ് ഓഫ് ഇൻകത്തിൽ നമ്മൾ ബിസിനസ് ഓർ പ്രൊഫഷനിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലൊക്കേഷൻ ഓഫ് ബിസിനസ് ആണ്. ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ്, നമ്മൾ ഏത് ലൊക്കേഷൻ ആണ് ബിസിനസിന്റെ, നമ്മൾ എങ്ങനെയാണ് അതിൽ നോക്കുന്നത്, ഈ കാര്യങ്ങൾ നമ്മൾ അതിൽ ഒന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ലൊക്കേഷൻ ഓഫ് ദി ബിസിനസ്. ഫസ്റ്റ് വൺ, ലൊക്കേഷൻ മീൻസ് നമ്മളെ ഒരു ഫ്രീ എക്കണോമിക് സോണിലാണോ, നമ്മൾ അറിയില്ലേ, സ്പെഷ്യൽ എക്കണോമിക് സോണിലോ ഒരു ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റിലാണോ അല്ലെങ്കിൽ ബാക്ക്വേർഡ് കാറ്റഗറി ബിസിനസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ടാക്സ് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. അതിന് ടാക്സ് കുറവാണ്. സെസ്സിലൊക്കെ ആണെങ്കിൽ ടാക്സ് ലയബിലിറ്റി വളരെ കുറവാണ്, ചില കേസിൽ എക്സംഷൻ ഉണ്ട്. Then next one, nature of the business. What type of business we have to be organized or conducted. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബിസിനസ്സിലെ ടാക്സ് പ്ലാനിങ്ങിൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ അഗ്രികൾച്ചർ ആയിട്ടുള്ള ബിസിനസ് ആണ് ചെയ്യാൻ അഗ്രികൾച്ചർ ഇൻകം കൾട്ടിവേഷൻ മാത്രമാണെങ്കിൽ അത് നമ്മൾ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. അതർ ഇൻകം ആണെങ്കിൽ നമ്മളത് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പേ ടാക്സ് ഫോർ ദാറ്റ്. Then third one, capital. Capital means you know that in the case of financial management or strategic financial management, there are two types of capital are there, the owned capital and borrowed capital. So in the case of the tax planning technique, better to go for borrowed capital other than owned capital. Borrowed capital nu vendi nammal povundana korchudi nallathu, because the cost of capital is interest in the case of borrowed capital and it is also deducted, will reduce the tax liability. appo borrowed capital ne opt cheyyundana korchum koodi nammal nallathu. Complete amount borrowed എന്നല്ല, നമ്മൾ ഒരു റേഷ്യോ ബേസിൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ എപ്പോഴും മൂവ് ചെയ്യുന്നത് ഒരു ബോറോഡ് എക്സ്പെൻസസ് മീൻസ് നമ്മൾ ചെയ്ത രീതിയിൽ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയണം അൺനെസസറി ആയിട്ടുള്ള എക്സ്പെൻസസ് നമുക്ക് ഇൻകർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ദെൻ പേയ്മെന്റ് ഓഫ് സർട്ടൺ എക്സ്പെൻസസ്, നമ്മൾ ഏതെങ്കിലും എക്സ്പെൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ എക്സീഡിംഗ് 10,000 rupees ആണെങ്കിൽ വി ഹാവ് ടു പേ ദ എമൗണ്ട് ത്രൂ online banking system or net banking or by check system or any draft system or using any electronic ക്ലിയറിംഗ് സിസ്റ്റം. നമ്മൾ 10,000 രൂപയിൽ എക്സീഡ് ചെയ്തിട്ടുള്ള പേയ്മെന്റുകളാണ് എന്നുണ്ടെങ്കിൽ റെഡി ക്യാഷ് പേയ്മെന്റുകൾ അവോയ്ഡ് ചെയ്ത് മാക്സിമം നമ്മൾ അത് ചെക്ക് ആയിട്ടോ അതല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആയിട്ടോ ഓർ യൂസ് എനി നെഫ്റ്റ് ഓർ MTR ഏതിലെങ്കിലും ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡിവൈസസിലൂടെ നമ്മൾ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ പേ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ല ടെക്നിക്. Then acquisition of asset on which depreciation is allowed. Always opt for assets which are coming under the category of the depreciable. യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ ബിസിനസിന്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ അക്കൗണ്ടിങ്ങിലൊക്കെ നമ്മൾ പറയുന്നതാണ് 180 days എക്സീഡ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ നമുക്ക് ഫുൾ ഇയറിലെ ഡിപ്രീസിയേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാം. ലെസ് ദാൻ 6 months ആണെങ്കിൽ നമുക്ക് 180 daysന്റെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് 180 days എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ഇയറിലെ ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാൻ സാധിക്കും. അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പ്ലാനോട് കൂടി നമ്മൾ പർച്ചേസ് ചെയ്താൽ നമുക്ക് ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് നമ്മുടെ ബിസിനസ് ഹെഡിൽ വരുന്ന ടാക്സ് ലയബിലിറ്റി റിഡക്ഷൻ ടെക്നിക്കായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. യു ഹാവ് എനി സജഷൻ? ഓഡിബിൾ അല്ലേ? കുഴപ്പമില്ല ക്ലാസ്. അതർ സ്റ്റുഡൻസ്? എനിക്ക് പേഴ്സണലി നമ്മൾ അറിയില്ലാന്നേ ഉള്ളൂ, പക്ഷെ അവരായി ഒരു ജോയിൻ ചെയ്തിട്ട്. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യറീസ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോം ചെയ്തതാണ്. ഇത് നമ്മളൊരു സെമിനാറോ വർക്ക്ഷോപ്പോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങനെയല്ല. ഓക്കെ, then next tax planning under the head capital gains ആണ് നെക്സ്റ്റ് പറയുന്നത്. ഫോർത്ത് ഹെഡ്സ് ഓഫ് ഇൻകം. ക്യാപിറ്റൽ ഗെയിനിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിനിൽ മെയിൻ ആയിട്ടും പല ടൈപ്പ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, STCA ആൻഡ് LTCA. ഇപ്പൊ STCA എന്ന് പറഞ്ഞാൽ എനി അസറ്റ് ഹെൽഡ് ബൈ ആൻ അസസി ഫോർ നോട്ട് മോർ ദാൻ 36 months. 36 monthsനുള്ളിൽ നമ്മൾ ഒരു അസറ്റ് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോൺ ആസ് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ആൻ അസറ്റ് ഹെൽഡ് മാസങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ ആ അസറ്റ് നമ്മൾ കൈവശം വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ഓക്കെ. ഇൻ ദി കേസ് ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റീസ് ആണെങ്കിൽ ഈ 3 months എന്നുള്ളത് നമ്മൾ കുറച്ചിട്ട് നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു 1 year എങ്കിലും നമ്മൾ കൈവശം വെക്കണം. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ നമ്മൾ 1 year കഴിഞ്ഞാൽ, ഷെയറും സെക്യൂരിറ്റിയും കേസിൽ 1 year കഴിഞ്ഞാൽ ലോങ് ടേം ആയിരിക്കും. വിത്തിൻ 1 year ആണെങ്കിൽ ഷോർട്ട് ടേം ആയിരിക്കും. ഇതാണ് നമ്മൾ